കഴിഞ്ഞ ആഴ്ച എന്നെ വിളിച്ചു. ഞാൻ അൽമദീന സ്ഥാപനത്തിലേക്ക് അതാ പോകാനിരിക്കുന്ന സമയത്ത് അബ്ബാസ് ഉസ്താദിന്റെ സ്ഥാപനത്തിലേക്ക് ഉസ്താദ് അവരുടെ ക്ഷണം സ്വീകരിച്ചു കൊണ്ടുപോയപ്പോ എന്നെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, തങ്ങളെ 22 വർഷമായി കല്യാണം കഴിച്ചു മക്കളില്ലാത്ത ഉസ്മാനാണ്, തളങ്കരയിൽ നിന്നാണ് വിളിക്കുന്നത്. ബയാർ സ്വലാത്തിനെ സംബന്ധിച്ച് എന്റെ ഭാര്യ പ്രസവിച്ചു, ആൺകുട്ടിയാണ്, തങ്ങൾ പേര് പറയണമെന്ന് പറഞ്ഞപ്പോ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരിനോട് പേര് ചേർത്തിയിട്ട് പറഞ്ഞു കൊടുത്ത്. അതുപോലെ നിങ്ങൾ മനസ്സിലാക്കണം, കണ്ണിന് കഴിഞ്ഞ സ്വലാത്തിന് വന്നപ്പോ 2 കണ്ണിനും ഒരു പോയിന്റ് പോലും കാഴ്ചയില്ല, ഒരു നിലക്കും കാണാതെ തപ്പി 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 മറ്റുള്ളവർ താങ്ങി താങ്ങി തള്ളി തള്ളി കൊണ്ടുവന്നിരുന്ന ഇഖ്ബാൽ വപ്പൊലിഗെ എന്ന് പറഞ്ഞ പുത്തൂരിലെ വിട്ലയിലെ പുത്തൂരിനടുത്ത ഇഖ്ബാൽ ഇന്ന് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ മാഷാ അല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാത്രം 2 കണ്ണിനും ഒരു പോയിന്റ് പോലും കുറവില്ലാതെ ശക്തമായ നിലക്ക് കാഴ്ച തിരിച്ചു വന്നിട്ട് ഈ മഹത്തായ സ്വലാത്ത് മജ്ലിസിൽ സംബന്ധിക്കാൻ ഇശാഇന്റെ ശേഷം ബായാറിലെ പള്ളിയുടെ മുജമ്മയിലെ റൂമിൽ വന്ന് സന്തോഷം പറഞ്ഞിട്ട് അദ്ദേഹം ഈ മഹത്തായ സദസ്സിലുണ്ടെങ്കിൽ എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, ഇതുപോലെ കരളിന് ക്യാൻസർ ബാധിച്ചിട്ട് വലിയ വലിയ നിലക്ക് ക്യാൻസർ അതാ ബാധിച്ചിട്ട് ആ ക്യാൻസർ ഒന്ന് സുഖപ്പെട്ട് കിട്ടണമെന്ന് നിയ്യത്ത് ചെയ്തിട്ട് ബായാർ സ്വലാത്തുമായി ബന്ധപ്പെട്ട് ഹബീബായ തങ്ങളെ കൊണ്ട് മാത്രം ഈ ശരീരത്തിൽ ക്യാൻസറിന്റെ അംശമില്ലെന്ന് പറഞ്ഞിട്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഈ മജ്ലിസിൽ എത്തിയിട്ടുണ്ടെങ്കിൽ എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങൾ മനസ്സിലാക്കണം, ഈ സൗണ്ട് കേൾക്കുന്ന വിശ്വാസികൾ മനസ്സിലാക്കണം, ഈ ബായാർ മുജമ്മയിലെ സ്വലാത്ത് മജ്ലിസ് വലിയ ബാൾ പോസ്റ്റർ ഇറക്കിയിട്ട് ബാനറുകൾ അടിച്ചിറക്കിയിട്ട് അനൗൺസ്മെന്റുകൾ നടത്തിയിട്ട് പരസ്യപ്പെടുത്തിയിട്ടല്ല. കേരളത്തിന്റെ ഒട്ടുമിക്ക ജില്ലകളിൽ നിന്നും തിരുവനന്തപുരത്ത് നിന്ന് എത്തിയിട്ടുണ്ട്, പാലക്കാട് ജില്ലയിൽ നിന്ന് എത്തിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ഒരുപാട് ആളുകൾ ഈ മഹത്തായ മജ്ലിസ് അവർക്ക് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഈ മജ്ലിസിലൊന്ന് പങ്കെടുക്കണമെന്ന് നേർച്ച ചെയ്തപ്പോ അവരെ കാര്യങ്ങൾ സാധിച്ചത്, രോഗം സുഖപ്പെട്ടത്, മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾക്ക് കാഴ്ച തീരെ ജന്മനായില്ലാഞ്ഞിട്ട് ബായാർ സ്വലാത്ത് കൊണ്ട് 10 വയസ്സ് വരെ 12 വയസ്സ് വരെ നടക്കാത്ത കുട്ടികൾ നടന്നിട്ട് സംസാരിക്കാത്തവർ സംസാരിച്ചിട്ട് ക്യാൻസർ സുഖപ്പെട്ടിട്ട് കിഡ്നി 2ഉം ഫെയിൽഡായിട്ട് ഡയാലിസിസ് പോലും നടക്കൂല എന്ന് പറഞ്ഞിട്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ഫള് കൊണ്ട് ഹബീബായ തങ്ങളുടെ ശറഫ് കൊണ്ട് ഡോക്ടർമാർ അതിശയപ്പെടുന്ന നിലയ്ക്ക് തന്നെ കിഡ്നിയുടെ തകരാറ് പൂർണ്ണമായിട്ട് ഒരു ഡയാലിസും ചെയ്യില്ലാതെ സ്വലാത്ത് കൊണ്ട് മാത്രം സുഖപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ 1000കണക്കിന് അനുഭവങ്ങൾ വ്യക്തമായിട്ട് ജീവിതത്തിൽ ബോധ്യമുള്ളത് കൊണ്ടാണ് ഈ ബായാറാകുന്ന ഉൾനാട് ഇന്ന് ലോകം മൊത്തം അറിയപ്പെട്ടിട്ട് ഇന്ന് ഉപ്പളയിൽ നിന്ന് ഇങ്ങോട്ട് വരണമെങ്കിൽ, ഇനി സ്വലാത്ത് കഴിഞ്ഞ് ഇതിൽ പങ്കെടുത്ത ആളുകൾക്ക് പിരിഞ്ഞു പോകണമെങ്കിൽ നീണ്ട ക്യൂ ആയിരിക്കും, മണിക്കൂറുകൾ ഇവിടെ നിന്ന് വാഹനമെടുക്കാൻ കഴിയില്ല. അങ്ങനെ എന്റെ പ്രിയമുള്ള സഹോദരന്മാരോട് ഞാൻ പറയുന്നു, ഇത് പബ്ലിസിറ്റിക്ക് വേണ്ടിയുള്ളതല്ല, ഇത് സുഹറത്തിന് പ്രസിദ്ധിക്ക് വേണ്ടിയിട്ടല്ല, ദുനിയാവിലെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ടല്ല. നമുക്കൊരേ ഒരു നിയ്യത്തേ ഉള്ളൂ, ജീവിതത്തിൽ എപ്പോഴാണെങ്കിലും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിശ്ചയിച്ച ടൈം വരുമ്പോ ആ ടൈമിൽ മൗത്താകുമ്പോ വുളൂലായിട്ട് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ കാണിക്കുമ്പോ ഹാദാ മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന് പറയാൻ കഴിയണം. നിങ്ങളൊക്കെ സ്വലാത്ത് ചൊല്ലിയത് കാരണം മിസ്കീനായ ഞാൻ ഒരു നിലക്കും ഒരു യോഗ്യതയും ഇല്ലാത്തതാണ്. ഈ പാവപ്പെട്ട മുഅ്മിനീങ്ങൾ, വിശ്വാസികൾ, ആലിമീങ്ങൾ, തങ്ങന്മാര്, മുഹബ്ബീങ്ങൾ, ആശിഖീങ്ങൾ നിങ്ങളൊക്കെ ചൊല്ലിയ സ്വലാത്ത് കൊണ്ടെങ്കിലും ഈ ബായാറിലെ മുജമ്മയിലെ ഗ്രൗണ്ടിൽ ഒരു 10,000കണക്കിന് ലക്ഷക്കണക്കിന് സ്വലാത്ത് ചെല്ലിപ്പിച്ച ചെറിയ കാരണം കൊണ്ടെങ്കിലും എനിക്ക് തങ്ങളെ കണ്ട് തപസ്സുമിൽ പോകാൻ കഴിയുമെന്ന ഉറച്ച വിശ്വാസത്തോടെ മാത്രമാണ് ഞാൻ ഈ മഹത്തായ വേദിയിൽ സംസാരിക്കുന്നത്. എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, ഇല്ല ഒരു താല്പര്യവുമില്ല, ഒരു ഭയവുമില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനല്ലാതെ, ആകാശഭൂമികളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനല്ലാതെ വേറൊരാളെ മുമ്പിലും നമ്മൾ അടിയറവെക്കൂല. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനല്ലാതെ ഒരാളെയും ഭയക്കൂല. അർഹമുർ റഹീമായ റബ്ബിന്റെ ഹബീബായ തങ്ങളുടെ മഹബ്ബത്ത് ശ്വാസമടങ്ങുന്നത് വരെ പരിശുദ്ധമായിരിക്കുന്ന ദീനുൽ ഇസ്ലാം, ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം എന്ന് പരിശുദ്ധ ഖുർആൻ വ്യക്തമാക്കിയ പവിത്രമായ ഇസ്ലാമിന്റെ ദഅവത്തിന് വേണ്ടി 1.25 ലക്ഷത്തോളം വരുന്ന അമ്പിയാക്കളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തി ലോകത്തേക്ക് പറഞ്ഞയച്ചിട്ട് ആ അമ്പിയാക്കളിൽ അവസാനത്തവരായി
ഖാതിമുൻ നബിയ്യിൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നിട്ട് ആ ഹബീബായ തങ്ങൾക്ക് വിശുദ്ധ ഗ്രന്ഥം നൽകിയിട്ട് ആ ഗ്രന്ഥത്തിന്റെ വിശദീകരണമായിട്ട് തങ്ങളുടെ ഹയാത്തിനെ ജീവിതത്തിന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ക്ലിപ്തപ്പെടുത്തിയിട്ട് അൽഹംദുലില്ലാഹ് ലക്ഷക്കണക്കിന് സ്വഹാബത്ത് തങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടിട്ട് വിശുദ്ധ ഖുർആനും പവിത്രമായ ഹദീസും പഠിച്ചിട്ട് ആ മഹത്തരായ സ്വഹാബത്തിനെ സാക്ഷ്യപ്പെടുത്തിയിട്ട് അല്ലാഹുവിന്റെ ഹബീബ് ലോകത്തോട് വിളിച്ചു പറഞ്ഞത് അസ്ഹാബി കന്നുജൂം ഫബി അയ്യിഹിം ഇഖ്തദൈതും ഇഖ്തദൈതും. എന്റെ സ്വഹാബത്ത് അവർ നക്ഷത്ര തുല്യരാണ്, അവരിൽ ആരെ പിന്തുടർന്നാലും തെറ്റിപ്പോകൂല, ഹിദായത്ത് സിദ്ധിച്ചവരായിരിക്കുമെന്ന് പറഞ്ഞ ആ മഹത്തരായ 14ഓളം വരുന്ന സ്വഹാബാക്കളിൽ നിന്ന് ഹദീസും ഖുർആനും ഉലൂമുകളും നുകരാൻ ഭാഗ്യം ലഭിച്ച അയിമ്മത്തുകളിൽ പ്രധാനിയായ ഇമാമുൽ ആലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, ആ ഇമാം അബൂ ഹനീഫ തങ്ങളിൽ നിന്ന് ദീൻ പഠിച്ച ഇമാം മാലിക് ബിൻ അനസ് തങ്ങളടക്കം ആ ഇമാം മാലിക് തങ്ങളിൽ നിന്ന് ദീൻ പഠിച്ച ഹബീബായ തങ്ങൾ മഹത്വം കൊണ്ട് അതാ വർണ്ണിച്ചു പറഞ്ഞ ആലിമു ഖുറൈശിൻ യംലഉ തിബാഖൽ അർള് ഇൽമാ, ലോകം മുഴുക്ക ഇൽമിനാൽ നിറക്കപ്പെടുന്ന ഖുറൈശി തറവാട്ടിൽ ഒരു വലിയ പണ്ഡിതൻ വരുമെന്ന് തങ്ങൾ പറഞ്ഞപ്പോ പിൽക്കാലത്തുള്ള ഉലമാ അയിമ്മത്തുകൾ രേഖപ്പെടുത്തി അറാദ ബിഹി അൽ ഇമാം ശാഫിഈ, ആ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിലൂടെ ഷാഫി ഇമാമിൽ നിന്ന് ദീൻ പഠിച്ച ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ ശൈബാനി തങ്ങളിലൂടെ ഷാഫി മദ്ഹബിലെ ശൈഖാനി എന്ന പേരിൽ അറിയപ്പെട്ട ഇമാം റാഫി റളിയല്ലാഹു അൻഹു, ഇമാം നവവി റളിയല്ലാഹു അൻഹു ജീവിതത്തിൽ ഹബീബായ തങ്ങളെ പരിധിയില്ലാതെ സ്നേഹിച്ചത് കാരണം ആ മഹബത്തിൽ അങ്ങ് ലയിച്ചപ്പോ കല്യാണം പോലും ചെയ്യാൻ മറന്നുപോയ മഹാൻ സയ്യിദുനാ ഇമാം നവവി റളിയല്ലാഹു അൻഹു 40 വയസ്സ് വരെ ജീവിച്ചിട്ടുള്ളൂ. പകൽ സമയത്ത് സുന്നത്ത് നോമ്പ് അനുഷ്ഠിച്ചിട്ട് ബാക്കി കിട്ടുന്ന സമയം പരിശുദ്ധമായിരിക്കുന്ന ദീനിന്റെ ഉലൂമുകൾ മുത്തഅല്ലിമുകൾക്ക് കൈമാറിയിട്ട് സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ജീവിച്ചിട്ട് പാതിരാത്രിയിൽ തഹജ്ജുദിന് വേണ്ടി കുറഞ്ഞ ഉറക്കുറങ്ങിയിട്ട് ബാക്കി സമയം മുഴുവനും പരിശുദ്ധമായിരിക്കുന്ന സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം നിലനിർത്തുന്ന ഗ്രന്ഥരചന നടത്തുമ്പോ കിതാബ് എഴുതിക്കൊണ്ടിരിക്കുമ്പോ മുമ്പിലുള്ള ലൈറ്റ് കെട്ടപ്പോ ബഹുമാനപ്പെട്ടവർക്ക് അതാ റാന്തലണഞ്ഞു പോയപ്പോ ഇലക്ട്രോണിക് ഉപകരണങ്ങളില്ലാത്ത കരണ്ടില്ലാത്ത കാലത്ത് ഇമാം നവവി തങ്ങൾ മനസ്സ് വിഷമിച്ചിട്ടു അതാ പറയുന്നു, അല്ലാഹ് എന്റെ ഖൽബിൽ ഞാൻ കൊണ്ടുവന്ന ഉലൂമുകൾ വിളക്കില്ലാത്തത് ഇരുട്ടായത് കാരണം എനിക്ക് രേഖപ്പെടുത്താൻ കഴിയുന്നില്ലല്ലോ എന്ന നിലക്ക് വിഷമിച്ചപ്പോ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വലിയ മുഹിബ്ബായ, വലിയ ആശിഖായ, വലിയ ആലിമായ ഇമാം നവവി റളിയല്ലാഹു അൻഹുവിന്റെ കറാമത്ത് കൊണ്ട് അവിടുത്തെ ചൂണ്ടുവിരലടക്കം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അതാ പ്രകാശിപ്പിച്ചില്ലേ, ലൈറ്റ് അണച്ചു കൊടുത്തില്ലേ, വലിയ അത്ഭുതം കാണിച്ചു കൊടുത്തില്ലേ. ആ നിലയ്ക്ക് ഇമാം നവവി തങ്ങളുടെ ഉസ്താദിന്റെ ഉസ്താദ് റാഫി ഇമാം തങ്ങളും ഇതുപോലെ ഇതിന് സമാനമായ നിലക്ക് അതാ കിതാബ് രചന നടത്തുമ്പോ ലൈറ്റ് കെട്ടുപോയപ്പോ തൊട്ടടുത്ത മരത്തിൽ നിന്ന് ലൈറ്റ് പ്രകാശിച്ചത് ഇമാമീങ്ങൾ ചർച്ച ചെയ്യുന്നില്ലേ, അവിടെ മരത്തിന്റെ പ്രകാശമാണോ കയ്യിന്റെ പ്രകാശമാണോ ഏതാണ് ഇവിടെ പരിഗണിക്കേണ്ടത്, ഏതിനാണ് പവർ എന്ന് ഇമാമീങ്ങൾ ചർച്ച ചെയ്തിട്ടില്ലേ, മുഅ്തമദ് പറഞ്ഞിട്ടില്ലേ. മരം എന്നാൽ തീയിൽ വെച്ചാൽ കത്തുന്നതാണ്, ദേഹം അങ്ങനെയല്ല, അതുകൊണ്ട് കൈ പ്രകാശിച്ചതാണ് അതിനേക്കാളും പവർ എന്ന് ഇമാമീങ്ങൾ സ്ഥിരപ്പെടുത്തിയിട്ടില്ലേ. ആ മഹാന്മാരായ സച്ചരിതരായ നമ്മുടെ പരിശുദ്ധ ഖുർആന്റെ മുഫസ്സിരീങ്ങളിലൂടെ നമ്മുടെ അഖീദയുടെ ഉലമായിലൂടെ വലിയ കറാമത്ത് കണ്ട ഔലിയാക്കളിലൂടെ ആരിഫീങ്ങളിലൂടെ സ്വാലിഹീങ്ങളിലൂടെ നമുക്ക് കൈമാറി കിട്ടിയ കണ്ണിമുറിയാത്ത പവിത്രതയുള്ള മഹത്തായ പ്രസ്ഥാനം ഇസ്ലാം. അത് ഒരേ ഒരു ഇസ്ലാമേ ഉള്ളൂ, ഒരേ ഒരു മതമേ ഉള്ളൂ, ഒരേ ഒരു പ്രസ്ഥാനമേ ഉള്ളൂ. ആ പ്രസ്ഥാനമാണ് മാ അന അലൈഹി വ അസ്ഹാബി, ഞാനും എന്റെ സ്വഹാബത്തും ഏതൊരാശയത്തിന്മേലാണ്. ചെറുപ്പക്കാരെ, ഉപ്പള ടൗണിൽ വഹാബികൾ വന്നിട്ട് താടി എന്നിട്ട് പാന്റിന്റെ ചുരുട്ട് മടക്കിയിട്ട് ഇതാണ് ഇസ്ലാം, ഇതാണ് ഖുർആൻ എന്ന് പറഞ്ഞിട്ട് തൗഹീദ് എന്ന പേരിൽ നിങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്നുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാധാരണക്കാരെന്ന് പറയുന്ന ആ റസൂലുള്ളാഹിന്റെ അതാ ബന്ധം സ്ഥാപിക്കാൻ ഏറ്റവും വലിയ അമലല്ലേ അസ്സലാത്തു അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കണ്ടില്ലേ, ഇന്ന ഔലൻ നാസി ബി യൗമൽ ഖിയാമത്തി അക്സറുക്കും അലയ്യ സ്വലാ, ഖിയാമത്ത് നാളിന്റെ ദിവസം ഞാനുമായിട്ട് ഏറ്റവും കൂടുതൽ ബന്ധമുള്ളവർ എന്റെ മേൽ സ്വലാത്ത് അധികരിപ്പിച്ചവരെന്ന് തങ്ങൾ പറഞ്ഞില്ലേ. അങ്ങനെ വിശ്വാസികൾ അതാ സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി ഒരു മഹത്തായ ബറക്കത്തുള്ള സ്ഥാപനം കേന്ദ്രീകരിച്ച് ഒരുമിച്ച് കൂടുമ്പോ ആ സ്വലാത്തുകൾ കള്ള സ്വലാത്താണെന്നും അത്
ശിർക്കിന്റെ കൂടാരമാണെന്നും പ്രചരിപ്പിക്കുന്നവരില്ലേ, അവര് റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്നവരല്ല, തങ്ങൾ കൈമാറിയ ആദർശം പഠിച്ചവരല്ല. അതുകൊണ്ട് തന്നെ അത്തരം കക്ഷികളിൽ അകപ്പെട്ടിട്ട് ഈമാനെ തകർക്കാൻ നിങ്ങളൊരു തബ്ലീഗ് ജമാഅത്തിലും പെട്ടുപോകല്ല, ഒരു സലഫിയിലും പെടല്ല, ഒരു മുജാഹിദിലും പെടല്ല, ഒരു ജമാഅത്തെ ഇസ്ലാമിയിലും പെടല്ല. ആഖിറത്തിനെ സൂക്ഷിക്കണേ. റസൂലുള്ളാഹിന്റെ മഹബ്ബത്തല്ലാതെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടാൻ മറ്റൊരു മാർഗമില്ല. ഉമ്മമാരെ, മറ്റു മാർഗമില്ല മുസ്ലിമീങ്ങളെ. അതുകൊണ്ട് തങ്ങളാണ് പറഞ്ഞത്, അവസാന കാലഘട്ടം വരുമ്പോ പല പ്രസ്ഥാനക്കാരും വരും, പല ആശയക്കാരും വരും. അവര് തെളിവെടുക്കൽ ഖുർആനാണ്, അവര് തെളിവെടുക്കൽ ഹദീസാണ്. പക്ഷേ അവര് അമ്പിയാക്കളിൽ നിന്ന്, സ്വഹാബാക്കളിൽ നിന്ന്, അയിമ്മത്തിൽ നിന്ന് പാരമ്പര്യത്തോടെ കിട്ടിയ ഖുർആൻ ഹദീസ് ഉൾക്കൊണ്ടവരല്ല. അവര് ഖുർആൻ അതാ പരിഭാഷ വായിച്ചിട്ട്, ഹദീസതാ മലയാളത്തിലെ പുസ്തകങ്ങൾ വായിച്ചിട്ട് അതിന്റെ ബാഹ്യമായ മാന മാത്രം ഉൾക്കൊണ്ടിട്ട് ഈ ദീനിൽ നാശത്തിന് വേണ്ടി വന്നിട്ട് റസൂലുള്ളാഹിന്റെ മൗലിദ് വരുമ്പോ, പരിശുദ്ധ റബീഉൽ അവ്വൽ വരുമ്പോ ഈമാനുള്ളവന് സമാധാനമല്ലേ, സന്തോഷമല്ലേ, ആഹ്ലാദമല്ലേ, ആഘോഷിക്കുകയല്ലേ? അപ്പൊ വഹാബികൾ പറയുന്നു നബിദിനം ശിർക്കാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശറഫാക്കപ്പെട്ട ജന്മം സംഭവിച്ച ക്രിസ്താബ്ദം 571 ഏപ്രിൽ 21-ാം തീയതി തിങ്കളാഴ്ച സുബഹിയുടെ തൊട്ട് മുമ്പല്ലേ റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങള് മക്കയിൽ അതാ അള്ളാന്റെ ഹബീബിന് മഹദിയായ ആമിന ബീബി റളിയല്ലാഹു അൻഹാ ജന്മം നൽകിയില്ലേ? ലോകം മൊത്തം ആഹ്ലാദത്തോടെ മലായികത്തൊക്കെ സ്വഫായിട്ട് സന്തോഷം വാനലോകത്തും ഭൂമി ലോകത്തും അതാ പകരുകയും ആ നിലക്ക് മഹാന്മാര് നുകരുകയും ചെയ്ത പരിശുദ്ധ റബീഇന് അതാ സാധാരണ മാസം പോലെയാണ്. റബീഉൽ അവ്വൽ 12 സാധാരണ ദിവസം പോലെയാണ്. ആ നിലക്ക് ലോകത്തിന്റെ റഹ്മത്തായിട്ട് ലോകം സൃഷ്ടിക്കാൻ കാരണക്കാരായ തങ്ങള് സാധാരണ മനുഷ്യരെന്ന് പറഞ്ഞ വഹാബികൾക്ക് ഇസ്ലാമിൽ സ്ഥാനമുണ്ടോ? അവർക്ക് ഖുർആൻ പറയാൻ അധികാരമുണ്ടോ? അവർക്ക് ഹദീസ് പറയാൻ അധികാരമുണ്ടോ? അതുകൊണ്ട് അത്തരം വഞ്ചകന്മാരുടെ, അത്തരം കള്ളത്തരക്കാരുടെ ഒരു പ്രസ്ഥാനത്തിലും പെട്ടിട്ട് സുന്നത്ത് ജമാഅത്തിൽ നിന്ന് വഴിമാറരുത് മുസ്ലിമീങ്ങളെ. ദുനിയാവിന്റെ താല്പര്യമല്ല, ഇന്നല്ലെങ്കിൽ നാളെ ശ്വാസമടങ്ങിയിട്ട് ഖബറിലേക്ക് യാത്രയുണ്ട് കേട്ടോ. യകൂനു ഫീ ആഖിരി സമാനി തജഅലൂന കദ്ദാബൂന യതൂനകും മിനൽ ഹദീസി ബിമാ ലം തസ്മഉ അൻതും വലാ ആബാഉകും ഫയ്യാകും വയ്യാഹും ലാ യുദല്ലൂനകും വലാ യഫ്തിനൂനകും. തങ്ങൾ പറഞ്ഞത് മറക്കണ്ട. അവസാന കാലഘട്ടം വരുമ്പോ ഒരുപാട് കളവ് പറയുന്ന വഞ്ചകന്മാർ, നിങ്ങളും നിങ്ങളെ പിതാക്കളും കേട്ടുകേൾവി പോലുമില്ലാത്ത, അല്ലേ നമ്മൾക്ക് അതാ മുൻകാല മഹത്തുക്കളായിട്ട് കേട്ടു പോന്നിട്ടില്ലേ റബീഉൽ അവ്വലിലെ മൗലിദ്? ഇത് റസൂലുള്ളാഹിന്റെ സ്വഹാബത്ത് പറഞ്ഞിട്ടില്ലേ? മൗലിദ് എന്ന് പറഞ്ഞാൽ മഹാന്മാരെ മദ്ഹല്ലേ? ഖുർആനിൽ അമ്പിയാക്കളെ മദ്ഹില്ലേ? 25ഓളം വരുന്ന അമ്പിയാക്കളെ മദ്ഹ് പരിശുദ്ധ ഖുർആൻ സ്ഥിരപ്പെടുത്തിയിട്ടില്ലേ, സാക്ഷ്യപ്പെടുത്തിയിട്ടില്ലേ? ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹ്മഹുല്ലാഹ് തഫ്സീറുൽ കബീറിൽ ഹബീബായ തങ്ങളെ മഹത്വം അറിയിക്കുന്ന ആയത്ത് വരുമ്പോ എത്രയാണ് രേഖപ്പെടുത്തിയത്? വഅല്ലമക മാ ലം തകുൻ തഅലം വകാന ഫദ്ലുല്ലാഹി അലൈക അളീമാ എന്നിങ്ങനെ തുടങ്ങിയിട്ട് ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും, ആ ആയത്തിലും ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലാ. അതുപോലെ തന്നെ ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫല്യഫ്റഹു ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. തങ്ങളെ ബഹുമാനം എത്രയാണ് ഇമാം തബരി രേഖപ്പെടുത്തി, ഇമാം ഖുർത്തുബി രേഖപ്പെടുത്തി, മറ്റു മുഫസ്സിറുകൾ രേഖപ്പെടുത്തി. ആ നിലക്ക് തങ്ങളെ ബഹുമാനം സ്വഹാബത്ത് തന്നെ. ഖുർആൻ ഉൾക്കൊണ്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഖുർആൻ ഉൾക്കൊണ്ട സ്വഹാബത്താണ്. റബീഉൽ അവ്വൽ 12-ന് അള്ളാന്റെ ഹബീബ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്നപ്പോ സ്വഹാബത്തിന് കിടന്നാൽ ഉറക്കില്ല, ഭക്ഷണം കഴിച്ചാൽ ഇറങ്ങുന്നില്ല. ഹബീബായ തങ്ങളെയും പ്രതീക്ഷിച്ചിട്ട് കുട്ടികളതാ ദഫ് കൊണ്ട് പ്രോത്സാഹിപ്പിച്ചിട്ട് മദീനയുടെ എൻഡിൽ തങ്ങളെ പ്രതീക്ഷിച്ച് സ്വാഗതമർപ്പിക്കാൻ നിൽക്കുമ്പോഴാണ് കടന്നു വരുന്നു. അല്ലാഹു അക്ബർ ജാഅ മുഹമ്മദ്, അല്ലാഹു അക്ബർ ജാഅ റസൂലുള്ളാഹ് എന്ന നിലക്ക് ഹബീബായ തങ്ങളുടെ വരവ് കണ്ടപ്പോ മഹാന്മാരായ സ്വഹാബത്ത് വലിയ നിലക്ക് മൗലിദ് ഓതുകയാണ്, വലിയ മദ്ഹ് പറയുകയാണ്. ത്വലഅൽ ബദ്റു അലൈനാ മിൻ ഫനിയത്തിൽ വദാഇ
وجب شكره علينا ما دعا لله داعي എന്ന് മദീനയെ പ്രകമ്പനം കൊള്ളിച്ച നിലക്ക് മഹാന്മാരായ സ്വഹാബ് തങ്ങൾ മഹത്വം പറഞ്ഞ സ്വഹാബ് വലിയ മൗലിദ് ഓതിയില്ലേ, സ്വഹാബത്ത് ജവാബ് ചൊല്ലിയില്ലേ. അല്ലാഹു അക്ബർ ജാ മുഹമ്മദ്, അല്ലാഹു അക്ബർ ജാ റസൂലുള്ളാഹ്. ഈ നിലക്ക് സ്വഹാബികളിൽ നിന്നും ദീൻ പഠിച്ച ഇമാമിങ്ങളാണ് സൈനുദ്ദീൻ മഖ്ദൂം അടക്കം. നമ്മളെ മുമ്പിൽ നമുക്ക് ദുനിയാവും ആഖിറവും രക്ഷപ്പെട്ട് തങ്ങളോടുള്ള മഹബത്ത് കിട്ടിയിട്ട് നമ്മളെ ക്യാൻസർ സുഖപ്പെട്ട് കിട്ടാൻ, നമ്മുടെ കിഡ്നിയുടെ തകരാറ് മാറാൻ, നമ്മുടെ ഹാർട്ടിന്റെ ബ്ലോക്ക് നീങ്ങാൻ, നമുക്ക് മാരക പരീക്ഷണം ഇല്ലാതിരിക്കാൻ, നമുക്ക് പ്രശ്നം വരുമ്പോ സമാധാനം ലഭിക്കാൻ, ഈമാനിന് ശക്തി കിട്ടാൻ, അമലുകൾക്ക് കബൂലിയത്ത് കിട്ടാൻ, അല്ലാഹുവിങ്കിൽ വലിയ ദറജ കിട്ടാൻ, റബ്ബിങ്കിലേക്ക് വലിയ ഉയർച്ച കിട്ടാൻ മഹാന്മാര് നമ്മൾക്ക് പഠിപ്പിച്ചു തന്നു. റൂഹുൽ ഖൽബി ദിക്റുല്ലാഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് തങ്ങളെ മദ്ഹ് ചെയ്തിട്ട് മഹാന്മാരൊക്കെ ചെയ്തതുപോലെ ചെയ്യുമ്പോ അത് പറ്റൂല എന്ന് പറയുന്ന പുത്തൻ കക്ഷികൾ വന്നിട്ട് ഉപ്പളയിലും കാസർഗോട്ടും സമ്മേളനം വെച്ചാൽ, പള്ളിക്കരയിൽ സമ്മേളനം വെച്ചാൽ, മലപ്പുറത്തും കണ്ണൂരും അതാ അവരുടെ പ്രബോധനം നടത്തിയാൽ മനസ്സിലാക്കണം, തങ്ങളെ വാക്ക് ഉൾക്കൊള്ളണം, മറക്കല്ല, കൊത്തിവെച്ചോ കൽബില്. ഇയ്യാകും വഹിയാഹും ലാ യുളില്ലൂനകും വലാ യുഫ്തിനൂനകും. നിങ്ങൾ സൂക്ഷിക്കണം കേട്ടോ, അവരെ നിങ്ങൾ സൂക്ഷിക്കണം കേട്ടോ. ഒരു പുത്തനാശയത്തിലും അകപ്പെട്ട് നിങ്ങൾ ആഖിറം തകരണ്ട, ഈമാൻ നഷ്ടപ്പെടണ്ട. ലാ യുളില്ലൂനകും, വഴികേടിത്തരത്തിൽ നിങ്ങൾ പെടണ്ട. വലാ യുഫ്തിനൂനകും, നിങ്ങൾ ഫിത്നയിൽ കുടുങ്ങണ്ട. റഹ്മത്തുൽ ലിൽ ആലമീൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ആ ഹബീബായ തങ്ങളെ കൊണ്ട് കണ്ടോ, നമുക്ക് മുമ്പെങ്ങാനും ഇല്ലാത്ത സദസ്സിലില്ലാത്ത ആവേശം ഇല്ലേ ഈ സദസ്സിലുള്ള ആർക്കും ഉറക്ക് തൂങ്ങണില്ല. ഇബ്ലീസിന്റെ ഒക്കെ ഒരു പ്രയാസം ഉറക്കിൽ വരുന്നുണ്ടെങ്കിൽ അള്ളാഹ് എല്ലാ ഇബ്ലീസിനും നമ്മളിൽ നിന്ന് അള്ളാഹു നീക്കി തരട്ടെ. ശൈത്താന്റെ ശർറിൽ നിന്ന് അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. ഇബാദത്തിന്റെ ഹലാവത്ത് തങ്ങളിൽ അസ്സലാമു അലൈക അയ്യുഹൻ നബി എന്ന് പറയുമ്പോ റഹ്മത്തുൽ ലിൽ ആലമീനായ തങ്ങൾ ഖൽബിൽ നിറയുന്ന നിലക്ക്, തസവ്വുറാകുന്ന നിലക്ക് പല പ്രാവശ്യം ഇനിയും അല്ലാഹുവേ ഈ മജ്ലിസ് കൊണ്ട് ഞങ്ങൾക്ക് തങ്ങളെ കാണിക്കണം റഹ്മാനെ. ഇബാദത്തിൽ തലദ്ദുദ് നൽകണം റഹ്മാനെ, ഹലാവത്ത് നൽകണം റഹ്മാനെ, മടിപ്പ് നൽകല്ല അല്ലാഹ്, ശൈത്താന്റെ വസ്വാസും ശർറും നൽകല്ല റഹ്മാനെ. ആവേശമില്ലേ എല്ലാവർക്കും? എന്താ കാരണം? ഈ മഹത്തായ സഫർ മാസത്തിലെ എണ്ണപ്പെട്ട ദിവസങ്ങൾ കഴിഞ്ഞാൽ ലോക മുസ്ലിങ്ങൾ അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന, ലോക മുസ്ലിങ്ങൾ വലിയ പ്രതീക്ഷയോടെ തങ്ങൾക്ക് മദ്ഹ് പറയാനും സലാം പറയാനും മൗലിദ് പറയാനും കാത്തിരിക്കുന്ന പവിത്രമായ റബീഇന്റെ മാസം, വസന്തത്തിന്റെ മാസം, റബീഉൽ അവ്വലിന്റെ പൊന്നമ്പളിക്കേറ് ലോകത്ത് ആകാശവാന ലോകത്ത് പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞാൽ വിശ്വാസികൾ ഈമാനോടെ പവിത്രമായ നിലക്ക് മഹബത്ത് ചീറ്റിയൊഴുകി പകർന്നിട്ട് അവര് പറയും, ത്വലഅൽ ബദ്റു അലൈനാ യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, സ്വലവാത്തുല്ലാഹി അലൈക്കും. എന്തൊരു സന്തോഷമാണ്, എന്തൊരു റാഹത്താണ്, എന്തൊരു ആവേശമാണ്. ആ ആവേശം നമുക്ക് പകരണം, അത് നിലനിൽക്കണം, അത് പ്രചരിപ്പിക്കണം. അതല്ലേ ഹുബ്ബ് അല്ലേ? നമ്മൾ പറയാ ദ്വാരക്കാണ്, അല്ലാഹുവേ തങ്ങളോടുള്ള ഹുബ്ബ് ഞങ്ങൾ കേറ്റിത്തരണമെന്ന്. മീസാനും സഞ്ചാനൊക്കെ ഓതിയ കുട്ടികൾക്കറിയില്ല ഹുബ്ബ് എന്ന് പറഞ്ഞാൽ അതിൽ എത്ര ഹർഫുണ്ട്? 3 ഹർഫുണ്ട്. ഹാ, ഡബിൾ ബാ, മദ്ദ അസ്ലുഹു മദദാദ്. കുട്ടികൾ സഞ്ചാനം എഴുതുമ്പോ ഒരു കലിമത്തിൽ ഒരുപോലത്തെ 2 ഹർഫ് ഒരുമിച്ച് കൂടുകയും ഇദ്വാൻ ചെയ്യൽ ഉദറാകുകയും ചെയ്തപ്പോ ആദ്യത്തെ ദാലിന്റെ ഹർക്കത്തിനെ കളഞ്ഞു, അപ്പൊ മദ്ദാന്നായി. എന്നിട്ട് സാക്കിനായ ദാലിനെ മുത്തഹരിക്കിൽ അതാ ശ്രദ്ധ ചെയ്തു, അപ്പോ മദ്ദ എന്നായി എന്ന് പറയുന്നത് പോലെ ഇവിടെ ഹുബ്ബ് എന്ന് പറയുന്ന ഈ കലിമത്തിൽ 2 അക്ഷരങ്ങളാ. ഹൽക്കിന്റെ ഹർഫ അല്ലേ? ഹൽക്കിന്റെ ഹർഫ് എന്ന് പറഞ്ഞാൽ ചങ്കിന്റെ അടിയിൽ നിന്ന് വരുന്ന ഹർഫ്. ഹുറൂഫു ഹൽഖിൻ
സിത്തത്തുൻ ഹംസും വഹാ ബാക്കി ഐനും വഹാഉം ഫുമ്മ ഐനും ഫുമ്മ ഖാ ഹ എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് 1ാം ക്ലാസ്സിലേക്ക് തന്നെ പറഞ്ഞു കൊടുക്കുക പറയുമ്പോൾ എന്ന് പറയും. അപ്പൊ ഈ ചങ്കിന്റെ അടിയിൽ അപ്പൊ നെഞ്ചിന്റെ ഉള്ളിലുള്ള ഈ സ്നേഹം. അതുപോലെ ബാന്റെ മഖ്റജോടെ തജ്വീദിന്റെ നിയമം പഠിച്ചെടുക്കറിയാം. ബാ എന്ന് പറയുമ്പോൾ ശഫത്ത് ചുണ്ടിൽ നിന്ന് പുറപ്പെടുന്ന അർഫാണ് ബാ. അപ്പൊ മനസ്സിന്റെ ഉള്ളിലുള്ള ഈ സ്നേഹം, എനിക്ക് നബി തങ്ങളോട് സ്നേഹമുണ്ട്, അതിനെന്തിനാ ബായാറ് സ്വലാത്തിൽ പോണ്, പെരന്റെ ഉള്ളിൽ എന്ന് ചൊല്ലിയാ പോരെ. എടാ അത് നിഫാഖാണ്. പെരന്റെ ഉള്ളിലിരുന്ന് ചൊല്ലാനുമുള്ള മനസ്സുകൊണ്ടല്ല, ഈ സ്വലാത്തിന് പോകുന്ന ഒന്ന് നിന്ന് കിട്ടണമെന്ന നിന്റെ അതാ ദുഷിച്ച ചിന്തയല്ലേ, നിന്റെ ചിന്തയില്ലാത്ത ബുദ്ധി, ശൂന്യമായ നിലക്കുള്ള ബുദ്ധിയല്ലേ. അതുകൊണ്ട് ഉൾക്കൊള്ളാൻ പറ്റൂല. ഈ കലിമത്ത് തന്നെ അറിയിക്കുന്നത് മനസ്സിന്റെ ഉള്ളിലുള്ള സ്നേഹം. മനസ്സിന്റെ ഉള്ളിൽ ഇങ്ങനെ ഉണ്ടായാ പോരാ, അത് ചുണ്ടിലൂടെ അങ്ങോട്ട് പ്രവഹിച്ചോളണം എന്ന് ഹുബ്ബ് എന്ന് പറയുന്ന കലിമത്ത് തന്നെ, റസൂലുള്ളാഹിന്റെ സ്നേഹം അറിയിക്കുന്ന കലിമത്ത് തന്നെ അറിയിക്കുന്നു എന്ന് ഇമാമീങ്ങൾ പഠിപ്പിച്ചത് ഓർമ്മിച്ചു വെച്ചോ. ഓതി പഠിക്കേണ്ട കാലത്ത് മേപ്പിട്ട് നോക്കിയിട്ട് ഖുർആനും ഹദീസും ഉൾക്കൊള്ളാതെ ഫഅലയുടെ അറിയാത്ത നീ, അതാ നഹ്വും സർഫും പഠിക്കാത്ത, അൽഫിയോതാത്ത നീ, തുഹ്ഫ പഠിക്കാത്ത നീ, ഖതുർനദ പഠിക്കാത്ത നീ, അതാ ഹർക്കത്തില്ലാത്തത് വായിക്കാൻ കിട്ടാത്ത നീ, അതാ ഖുർആന്റെ പരിഭാഷ വായിച്ചിട്ട് ഹദീസിന്റെ അർത്ഥം ബാഹ്യമായിട്ട് പഠിച്ചിട്ട് ഞങ്ങൾ ഖുർആന്റെയും ഹദീസിന്റെയും ആളുകളാണെന്ന് പറഞ്ഞിട്ട് ബായാറ് സ്വലാത്തിലേക്ക് ആളെ മുടക്കിയാൽ ഈ ജനങ്ങൾ മാറി നിൽക്കൂല. നീ റസൂലുള്ളാഹിന്റെ മൗലിദ് അതാ നടത്താൻ പറ്റൂല എന്ന് പറയുമ്പോ ജനങ്ങൾ ഈമാനുള്ളവർ വഴിമാറുകയില്ല. അള്ളാന്റെ ഹബീബിന്റെ മഹബത്തിലേക്ക് അറിയിച്ചുകൊണ്ട് തങ്ങളെ പേരിൽ മദ്ഹുർ റസൂല് സംഘടിപ്പിച്ചിട്ട് റബീഉൽ അവ്വൽ 12 സുബഹിയുടെ മുമ്പ് അല്ലേ ഈ ബായാറി കമ്പൗണ്ടിൽ മഞ്ഞ് മൂടിക്കെട്ടി നിൽക്കുമ്പോഴും മഹാന്മാരായ പള്ളങ്കോട് മദനി അടക്കം ഖാദിർ സഖാഫി അടക്കം ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള വലിയ വലിയ ഉസ്താദുമാർ ആലിമീങ്ങളടക്കം ഈ ബായാറ് മുജമ്മയിലെ ഈ സ്റ്റേജിൽ ഒരു പന്തല് പോലും ഇല്ലാതെ മഞ്ഞ് കൊണ്ടിട്ട് റബീഉൽ അവ്വൽ 12 വിളിക്കുകയാണ്. അശ്റഖൽ ബദ്റുഹു അലൈനാ ഫഖ്തഫത് منه البدور مثل حسنك ما رأينا قط يا وجه سروري مرحبا يا نور عيني مرحبا جد الحسين مرحبا أهلا وسهلا مرحبا يا خير داعي. ജീവിതത്തിൽ ശ്വാസമുണ്ടോ, ബുദ്ധിക്ക് സിഹത്തുണ്ടോ, ആഫിയത്തുണ്ടോ, ഈ ആശയത്തിൽ നിന്നും മാറൂല. തങ്ങളെ മഹത്വം പറയാതിരിക്കൂല. ആരെതിർത്താലും ആര് തടുത്താലും ആര് തകർത്താലും തങ്ങളോടുള്ള മഹബത്തിൽ നിന്ന് വഴിമാറൂല. അങ്ങനെ വഴിമാറുന്ന ഘട്ടം വന്നാൽ പിന്നെ ദുനിയാവിലെ ഹയാത്ത് വേണ്ട. അതുകൊണ്ട് മുസ്ലിമീങ്ങളോട് പറയുന്നു, ദുനിയാവും ആഖിറവും രക്ഷപ്പെടാൻ, അമാലുകൾക്ക് കബൂല് കിട്ടാൻ, റബ്ബിങ്കൽ ദറജ കിട്ടാൻ, ഔലിയാക്കളായത്, അമ്പിയാക്കൾക്ക് കബൂലിയത്ത് കിട്ടിയത്, സ്വഹാബത്തായത്, മഹാന്മാര് മുഴുവനും മഹാന്മാരായത്, ആലിമീങ്ങളായത്, സിദ്ദീഖ് തങ്ങളായത്, അവ്വലു മൻ ആമന ബി അബൂബക്കർ, അവ്വലു മൻ സദ്ദഖനി അബൂബക്കർ, അവ്വലു മൻ ദഖലൽ ജന്ന അബൂബക്കർ. എന്നെ കൊണ്ട് ആദ്യം വിശ്വസിച്ച് സ്വർഗത്തിൽ എന്റെ സമൂഹത്തിൽ നിന്ന് ആദ്യമായിട്ട് സ്വർഗപ്രവേശനം നടത്തുന്നത് അതാ അമ്പിയാക്കളെ കഴിഞ്ഞാൽ ഈ ഉമ്മത്തിൽ ഏറ്റവും കൂടുതൽ ദറജയുള്ള മഹാനല്ലേ അബൂബക്കർ റളിയല്ലാഹു അൻഹു. ആ തങ്ങൾക്ക് അതാ അള്ളാന്റെ ഹബീബിലുള്ള ഇസ്റാ മിഅ്റാജ് ശത്രുക്കൾ പരിഹാസ്യത്തോടെ പറഞ്ഞപ്പോ സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ എന്ന് ഖുർആൻ തങ്ങളെ ഇസ്റാ മിഅ്റാജ് അത് ശരീരം കൊണ്ടാണെന്ന് പറഞ്ഞില്ലേ. കാരണം ബിഅബ്ദിഹി എന്ന് പറഞ്ഞതിന് ഇമാം റാസി റളിയല്ലാഹു അൻഹു തഫ്സീറുൽ കബീറിൽ എഴുതി വെച്ചു, അബ്ദ് എന്ന് പറഞ്ഞാൽ റൂഹിന് മാത്രം അബ്ദ് എന്ന് പറയൂല, റൂഹും ജസദും കൂടിയതിനെ അബ്ദ് എന്ന് പറയുകയുള്ളൂ. അതുകൊണ്ട് ഇത് സ്വപ്നത്തിലുള്ള മിഅ്റാജ് അല്ല, സ്വപ്നത്തിലുള്ള ഇസ്രാ അല്ല, തങ്ങളെ ശരീരം കൊണ്ട് സംഭവിച്ച ഇസ്രാ ആണെന്ന് മഹാനായ സിദ്ദീഖ് തങ്ങൾ ഉൾക്കൊണ്ടിട്ട് അതിലങ്ങ് വിശ്വസിച്ച് തങ്ങളെ പരിധിയില്ലാതെ സ്നേഹിച്ചപ്പോ ആ ഹബീബായ
തങ്ങൾ എത്രത്തോളം ഓറസൗറിൽ ശത്രുക്കളെ തൊട്ട് ഇസ്ലാമിന്റെ ദഅവത്ത് നടത്തിയത് കാരണം ശത്രുക്കൾ കൊല ചെയ്യാൻ വേണ്ടി എല്ലാ സ്ഥലത്തും യോഗം കൂടിയിട്ട് അള്ളാന്റെ ഹബീബിന്റെ തലക്ക് ഇനാം പ്രഖ്യാപിച്ചില്ലേ, ലക്ഷക്കണക്കിന് ദീനാറുകൾ പ്രഖ്യാപിച്ചില്ലേ. ആ സമയത്ത് സിദ്ദീഖ് തങ്ങളും അള്ളാന്റെ ഹബീബും ശത്രുക്കളിൽ നിന്ന് മറഞ്ഞിട്ട് പാതിരാത്രി മരുഭൂമി താണ്ടിയിട്ട് കുടിക്കാൻ വെള്ളമില്ല, കഴിക്കാൻ ഭക്ഷണമില്ല. ഒരു ഇലയുടെ അനക്കം കാണുമ്പോ ആളാണോ എന്ന് ചിന്തിച്ചുകൊണ്ട് സിദ്ദീഖ് തങ്ങൾ ഹബീബായ തങ്ങളെ 4 ഭാഗത്തും വലയം ചെയ്ത് വലിയ സെക്യൂരിറ്റി ആയിട്ട് അവസാന ഓറസൗറാകുന്ന ഗുഹ കണ്ടപ്പോ ഗുഹയുടെ ഉള്ളിൽ കയറിയിട്ട് ക്ഷീണം കൊണ്ട് താളം തെറ്റി തളർന്ന ഹബീബായ തങ്ങൾ പ്രിയ ശിഷ്യരായ സിദ്ദീഖ് തങ്ങളുടെ മടിയിൽ ഇങ്ങനെ തല വെച്ചുകൊണ്ട് ഉറങ്ങുമ്പോഴാണ് ദ്വാരങ്ങളൊക്കെ അടച്ചിട്ട് ബാക്കി നിൽക്കുന്ന ദ്വാരം കാൽവിരൽ കൊണ്ട് അമർത്തിപ്പിടിച്ചിട്ട് ആ അമർത്തിപ്പിടിച്ച ദ്വാരത്തിൽ നിന്ന് ഉള്ളിൽ നിന്ന് ആ ഗുഹയിൽ നിന്ന് പുറത്തേക്ക് പാമ്പ് പുറത്തേക്ക് ചാടി വന്നിട്ട് ആ പാമ്പ് ആ തടസ്സം കണ്ടപ്പോ മുമ്പിലുള്ള കാലിന്റെ വരയിൽ ശക്തമായ നിലക്ക് കൊത്തിയിട്ട് ആ കൊത്തുകൊണ്ട കാലിനേറ്റ മുറിവ് കാരണം ശരീരം മൊത്തം വിഷത്താൽ കാഠിന്യമായ നിലക്ക് കളറ് മാറിയിട്ട് അറിയാതെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകിയിട്ട് ഇലാ വജ്ഹി റസൂലില്ലാ അള്ളാന്റെ ഹബീബിന്റെ മുഖത്തേക്ക് ഇറ്റി വേണപ്പോ അള്ളാന്റെ ഹബീബ് ഞെട്ടി ഉണർന്നിട്ട് ചോദിച്ചു, യാ അബൂബക്കർ, ഓ അബൂബക്കറെ കരയുന്നത് എന്തിനാണ്? കരയാനുള്ള കാര്യം എന്താണ്? കരയണ്ടല്ലോ, ലാ തഖഫ് ഇന്നല്ലാഹ മഅനാ, കരയണ്ട സിദ്ദീഖേ എന്ന് പറഞ്ഞപ്പോ സിദ്ദീഖ് തങ്ങൾക്ക് അസഹ്യമായ നിലക്ക് വിഷം നിയന്ത്രിക്കാൻ കഴിയാതെ അറിയാതെ കണ്ണിൽ നിന്ന് കണ്ണുനീര് താടിയിലേക്ക് ഇറ്റിയതാണ്. അള്ളാന്റെ ഹബീബിന്റെ ഉറക്കുണരുമോ എന്ന പേടിയാണ്. പല നിലക്കും പല പരിഹാരങ്ങളും നോക്കിയിട്ട് അറിയാതെ ഇറ്റി വീണതാണ്. തങ്ങളങ്ങ് ഉണർന്നത് കണ്ടപ്പോ മനസ്സ് പൊട്ടിയിട്ട് കരഞ്ഞുകൊണ്ട് പറയുകയാണ്, അഫ്വൻ യാ റസൂലല്ലാഹ്, അഫ്വൻ യാ റസൂലല്ലാഹ്. തങ്ങളെ ഉറക്കുണർന്നോ, ബുദ്ധിമുട്ട് വന്നോ, പ്രയാസം തോന്നിയോ, മാപ്പാക്കണേ തങ്ങളെ, ക്ഷമിക്കണേ തങ്ങളെ. ലോകത്തിന്റെ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കാര്യം ബോധ്യമായി. കാലു മാറ്റിയപ്പോ സുബ്ഹാനല്ലാഹ്, വലിയ പാമ്പാട്. പാമ്പ് തങ്ങളെ കണ്ട ആദരവിൽ അതാ അമർന്നു കിടക്കുകയാണ്. സിദ്ദീഖ് തങ്ങളെ ശറഫാക്കപ്പെട്ട ശരീരത്തിന്റെ കളർ ചേഞ്ച് ആയിട്ട് വിഷം കൊണ്ട് കാഠിന്യമായിട്ട് അസഹ്യമായ നിലയ്ക്ക് വേദനയാൽ പൊളയുമ്പോ ബഹുമാനപ്പെട്ട സിദ്ദീഖ് തങ്ങൾക്ക് അതാ അള്ളാന്റെ ഹബീബിന്റെ ഉമിനീരെടുത്തിട്ട് പാമ്പ് കടിച്ച കടിവായിൽ തേച്ചു കൊടുത്തപ്പോ വിഷം പച്ചയായിട്ട് ഇറങ്ങിയിട്ടില്ലേ? ഞാൻ പറഞ്ഞു വന്നത് ആ സിദ്ദീഖ് തങ്ങൾ അതാ സ്വന്തം ശരീരത്തിൽ പാമ്പ് കൊത്തിയിട്ട് മരണത്തിനോട് സകറാത്തിൽ നിൽക്കുന്ന സമയത്ത് ആ സ്വന്തം നഫ്സിനെ ചിന്തിക്കാതെ റഹ്മത്തുൽ ലിൽ ആലമീനായ തങ്ങളെ ഉറക്കുണർന്നത് വലിയ ഖേദമായി പോയി, വലിയ സങ്കടമായി പോയി. താങ്ങാൻ കഴിയുന്നില്ല. സ്വന്തം ശരീരം ഒടുങ്ങേണ്ടി വന്നാലും പ്രശ്നമല്ല. ആ നിലക്ക് തങ്ങളിലുള്ള പരിധിയില്ലാത്ത മഹബത്തിലും ഇഷ്കിലും അങ്ങ് ലയിച്ചപ്പോ അള്ളാന്റെ ഹബീബ് പറഞ്ഞു, ലോകത്ത് അമ്പിയാക്കൾ കഴിഞ്ഞാൽ ഈ സമുദായത്തിൽ ഏറ്റവും കൂടുതൽ വലിയ ഈമാനുള്ള മഹാൻ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമലില്ലാത്ത മുസ്ലിമീങ്ങളെ ദിവസം പട്ടുറുമാല് നോക്കിയിട്ട്, സീരിയല് കണ്ടിട്ട്, സിനിമ നോക്കിയിട്ട്, ബ്ലൂ ഫിലിം നോക്കിയിട്ട്, മൊബൈൽ കൊണ്ട് പെൺകുട്ടികൾക്ക് മിസ്കാളും മെസ്സേജും അതാ മിസ്കാളും മെസ്സേജും കൈമാറിയിട്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പൊരുത്തപ്പെടാത്ത നിലക്ക് തോന്നിവാസം കാണാൻ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നവരെ, മൊബൈലിനെ ദുരുപയോഗം ചെയ്യുന്ന പെണ്ണുങ്ങളെ, ആണുങ്ങളെ, ബ്യൂട്ടി പാർലറിൽ പോയിട്ട് കണ്ണിന്റെ പുരികം പ്ലക്ക് ചെയ്യുന്ന സഹോദരിമാരെ, ഉമ്മമാരെ, ബോഡി ഷേപ്പ് പർദ്ദയും ടൈറ്റ് ബിറ്റ് ബുർക്കയും ധരിച്ചിട്ട് സിനിമാ പേരുകളിൽ ഇറങ്ങുന്ന ഡ്രസ്സുകൾക്ക് പിന്നിലോടിയിട്ട് അല്ലാഹുവിന്റെ ഹബീബിനെ ചിന്തയില്ലാതെ, ഹബീബായ തങ്ങളെ കുറിച്ച് ബോധമില്ലാതെ, അവിടുത്തെ അസ്ഹാബ് സഹിച്ച ത്യാഗമറിയാതെ നീ ഈ ദീനിനെ പിച്ച് ചീന്താൻ ശ്രമിച്ചാൽ ഉപ്പള ടൗണിലേക്കും കാസർഗോഡ് ടൗണിലേക്കും പരിശുദ്ധമായ നിസ്കാരമില്ലേ മുസ്ലിമീങ്ങളെ? ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത എന്ന് ഖുർആൻ സാക്ഷ്യപ്പെടുത്തിയ നിസ്കാരത്തിലേക്ക് മുഅദ്ദിനുകൾ നിന്നെ ക്ഷണിക്കുകയാണ്. 5 തവണ ഹയ്യ അലൽ സ്വലാ, ഹയ്യ അലൽ ഫലാ. നിങ്ങൾ നിസ്കാരത്തിലേക്ക് വന്നു, വിജയത്തിലേക്ക് വന്നു.
ഈ നിലക്ക് റബ്ബിന്റെ പള്ളികളിലേക്ക് നിന്റെ നിസ്കാരത്തിന് ക്ഷണിക്കുമ്പോ അറിയില്ലേ, കൂളൂര് സിദ്ദീഖ് ഹാജി സദസ്സിലുണ്ട്. അദ്ദേഹത്തിന്റെ കൂടെ കഴിഞ്ഞ സ്വലാത്തിനും മുമ്പത്തെ സ്വലാത്തിനും വന്ന ഒരാൾ കണ്ണിന് ക്യാൻസർ ബാധിച്ചിട്ട് കണ്ണ് മൊത്തം ചിമ്മിയിരുന്നു. അൽഹംദുലില്ലാഹ് ഇന്ന് കണ്ണ് തുറന്ന് ഒരുപാട് സുഖത്തിൽ വന്നിട്ടുണ്ട്. റബ്ബേ നീ ആഫിയത്താക്കണമല്ലാ. മലദ്വാരത്തിന് ക്യാൻസർ പിടിച്ചിട്ട് ഹോസ്പിറ്റലിൽ ICUവിൽ കയ്യും കാലും അതാ ബ്ലോക്ക് ആക്കിയിട്ട് കെട്ടിയിട്ട നിലക്ക് ICUവിൽ പ്രവേശിപ്പിക്കപ്പെട്ടിട്ട് കാരണം വേദന സഹിക്കാൻ കഴിയാതെ അതാ കയ്യും കാലിട്ട് അടിച്ചിട്ട് ബുദ്ധിമുട്ടായപ്പോ ബോധം നഷ്ടപ്പെടാനുള്ള ഇഞ്ചക്ഷൻ കൊടുത്തിട്ട് 24 മണിക്കൂറിന് ശേഷം വീണ്ടും ബോധം വന്നിട്ട് കയ്യും കാലും അമർത്തി വെച്ച് പിടിച്ചു കെട്ടിയിട്ട് അസഹ്യമായ പിന്തുവാരത്തിൽ അതാ ശക്തമായ നിലക്ക് അതാ ക്യാൻസർ ബാധിച്ച് കഷ്ടപ്പെട്ട ചെറുപ്പക്കാരനറിയാം. റബ്ബേ ആഫിയത്ത് നൽകണം റഹ്മാനെ. സ്തനത്തിന് ക്യാൻസർ ബാധിച്ചിട്ട് ഒരു ഭാഗം എടുത്തു കളഞ്ഞിട്ട് മറുഭാഗത്തെ സ്തനത്തേക്ക് ക്യാൻസർ വ്യാപിച്ചിട്ട് ഡോക്ടർമാരെ കണ്ട് ചികിത്സ തേടിയപ്പോ ഡോക്ടർമാരുടെ നിർദ്ദേശം ദൈവത്തോട് പറഞ്ഞു ഇനി ചികിത്സയില്ല, ബ്ലഡിലെ കൗണ്ട് കുറവാണെന്ന് പറഞ്ഞ് തിരിച്ചയച്ചിട്ട് ബായാറ് മുജമ്മയിൽ നമ്മുടെ പള്ളിയുടെ റൂമിലേക്ക് ആ പെൺകുട്ടിയുടെ ആങ്ങളമാരുൾപ്പെടെ വന്നിട്ട് സങ്കടം പറഞ്ഞിട്ട് തങ്ങളെ ഞങ്ങളെ പൊന്നുമോളുടെ സ്തനത്തിൽ നിന്ന് ബാധിച്ചിരിക്കുന്ന ക്യാൻസർ മുറിവുപെട്ട സ്ഥലത്ത് നിന്ന് ഇപ്പൊ പുഴുക്കൾ ഓരോന്ന് പുറത്തേക്ക് ചാടുന്നു എന്ന സങ്കടം പറഞ്ഞിട്ടുണ്ടെങ്കിൽ 12 വയസ്സുള്ള ഷീമുകയിലെ പെൺകുട്ടിക്ക് കണ്ണിന് ക്യാൻസർ ബാധിച്ചിട്ട് കണ്ണ് രണ്ടും പുറന്തള്ളിയിട്ട് ബായാറ് സ്വലാത്തിന് വന്നിട്ട് മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് ഇന്ന് സുഖമായിട്ട് കണ്ണ് രണ്ടും ശരിപ്പെട്ടതാ സന്തോഷം അറിയിച്ചിട്ട് ഈ സദസ്സിലെത്തിയിട്ടുണ്ടെങ്കിൽ എന്റെ ഉമ്മമാരോട് പറയുന്നു, ഈ നിലക്കുള്ള പരീക്ഷണങ്ങളൊക്കെ അല്ലാഹ് മുഅ്മിനീങ്ങൾക്ക് വിശ്വാസികൾക്ക് നൽകുമ്പോ നിന്റെ കണ്ണിനുള്ള കുറവ് വരുത്തിയില്ല, കാഴ്ചക്കുള്ള മങ്ങല് നൽകിയില്ല. നീ മൂത്രമൊഴിക്കാൻ വേണ്ടി ടോയ്ലറ്റിൽ പോയിരുന്നിട്ട് മൂത്രം പോകാൻ പ്രയാസമില്ല. സുബ്ഹാനല്ലാഹ്. ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് ഇന്നലെ പറയാണ് തങ്ങളെ ബാത്റൂമിൽ പോയാൽ 4 മണിക്കൂറാണ് ഇരുന്ന് ശ്വാസം പിടിച്ച് വലിയ നിലക്ക് മൂത്രം ഇങ്ങനെ എത്താതെ പുറത്തു പോകാതെ വേദന കൊണ്ട് പടയുമ്പോ അവസാനം ഞാൻ ശക്തമായ നിലക്ക് ശ്വാസം പിടിച്ചിട്ട് അമർത്തി പിടിക്കുമ്പോ അതാ ബ്ലഡ് ഒഴുകിയിട്ട് എന്റെ തുണി കണ്ടില്ലേ ബ്ലഡ് ഒഴുകിയിട്ടെന്ന് പറഞ്ഞ് തുണി കാണിച്ചു. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ഹബീബായ തങ്ങളെ പ്രതീക്ഷിച്ചിട്ട് ഈ മജ്ലിസിൽ ആ ചെറുപ്പക്കാരനുണ്ട്. റബ്ബേ നിന്റെ തങ്ങളെ കൊണ്ട് ആഫിയത്താക്കണമല്ലാ. 24 വയസ്സുള്ള സ്കൂൾ അധ്യാപകൻ കയലവീക്ക ക്യാൻസർ വന്നിട്ട് 4th സ്റ്റേജ് കഴിഞ്ഞ് മെഡിസിനിൽ എന്ന് പറഞ്ഞിട്ട് മംഗലാപുരത്തെയും കേരളത്തിലെ RCC തിരുവനന്തപുരം ഹോസ്പിറ്റലിൽ നിന്നും എറണാകുളം ഹോസ്പിറ്റലിൽ നിന്നും ഡോക്ടർമാര് റിജക്റ്റ് ആക്കിയിട്ട് അതാ അവസാനം ബായാറ് മുജമ്മയിലെ സ്വലാത്തിന് വന്നിട്ട് ആ ചെറുപ്പക്കാരന്റെ വീക്കമൊക്കെ ചുരുങ്ങിയിട്ട് ഇപ്പൊ ചുമയില്ല, പനിയില്ല, ശ്വാസോച്ഛ്വാസത്തിന് പ്രയാസമില്ലെന്ന് പറഞ്ഞ് സന്തോഷം പറഞ്ഞ് ഈ മജ്ലിസിൽ ദൂരസ്ഥലത്ത് നിന്ന് അള്ളാന്റെ ഹബീബിനെ മഹബത്ത് വെച്ച് ഇറങ്ങിയിട്ടില്ലേ, ഇവിടെ എത്തിയിട്ടില്ലേ? വിശ്വാസികളോട് ഞാൻ പറയുന്നു, ഇങ്ങനെ മൂത്രമൊഴിക്കാനും മലവിസർജനം നടത്താനും ഭക്ഷണം കഴിക്കാനും വെള്ളം കുടിക്കാൻ ഒരു മുറുക്ക് വെള്ളം ഇറങ്ങാതെ ഹോസ്പിറ്റലുകളിൽ ICUവിലും വെന്റിലേറ്ററിലും പ്രവേശിപ്പിക്കപ്പെട്ട അന്നനാളത്തിന് ക്യാൻസർ ബാധിച്ച ആളുകൾ അറിയില്ലേ നിനക്ക്? നമുക്ക് അല്ലാഹു ഒരു കുറവും തന്നില്ലല്ലോ, ഒരു പ്രയാസവും വരുത്തിയില്ലല്ലോ. ഇത്രയും വലിയ നേമത്ത് വന്ന് ആ കുളിറൂമിലേക്ക് ഹൗദന്റെ അടുത്തേക്ക് ചെന്ന് പൈപ്പ് തിരിച്ചാൽ വെള്ളമാണ്, ഭക്ഷണം പാകം ചെയ്യാൻ സ്റ്റവ് ഒന്ന് തിരിച്ചാൽ മതി, ഡ്രസ്സൊക്കെ ധാരാളമാണ്, എന്തിനും സൗകര്യമാണ്, വീട്ടിലെ സൗകര്യം, വാഹന സൗകര്യം, എല്ലാ നിയമത്തും അല്ലാഹ് തന്നിട്ട് ആ റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് ശുക്ർ ചെയ്യാൻ വേണ്ടി പള്ളി മുനാരങ്ങളിൽ നിന്ന് വാങ്കൊലി മുഴങ്ങുമ്പോ നിസ്കരിക്കാത്ത മുസ്ലിമീങ്ങളുണ്ടോ? മുസ്ലിം ചെറുപ്പക്കാരുണ്ടോ? മുസ്ലിം ഉമ്മമാരുണ്ടോ? തമ്മാടിത്തമാണ് കേട്ടോ, ഫിസ്ഖാണ് കേട്ടോ. നിസ്കരിക്കാത്തവൻ ഒരു നിസ്കാരം ഖളാ ആയി പോയാൽ അവനെ സാക്ഷിക്ക് പറ്റൂല എന്ന് പറയാനുള്ള ആലിമീങ്ങൾ പറഞ്ഞിട്ടില്ലേ? 1 കൊല്ലം വരെ ഫുഖഹാ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അൽ ഫർഖു ബൈനൽ മുസ്ലിമി വൽ കാഫിരി അസ്സലാ. മുസ്ലിം നിസ്കരിക്കുന്നു, കാഫിർ നിസ്കരിക്കുന്നില്ല. അതാണ് ബാഹ്യമായ വ്യത്യാസം ഇസ്ലാമിന്റെയും കുഫറിന്റെയും ഇടയിലെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് പറഞ്ഞത് ഓർമ്മിച്ച് വെച്ചിട്ട് ഉമ്മമാരോട് പറയുന്നു, പെൺകുട്ടികളെയും ആൺകുട്ടികളും ഉണ്ടായിട്ട് മദ്രസ പഠനം സ്റ്റോപ്പ് ചെയ്തിട്ട് ഇംഗ്ലീഷ്
മീഡിയത്തിലേക്ക് മാത്രം ഇംഗ്ലീഷ് പഠനം നടത്തിയിട്ട് മകൻ ഡോക്ടറാകണം, എഞ്ചിനീയർ ആകണം, വലിയ സ്ഥാനത്തെത്തണം, ദർസ് വേണ്ട, ഇൽമു വേണ്ട, അള്ളാഹനെ അറിയണ്ട, റസൂലുള്ളാഹിനെ അറിയണ്ട, നിസ്കാരത്തിന്റെ ഫറളും ശർത്തും അറിയണ്ട, നജസിനെ ത്വഹാറത്താക്കാൻ അറിയണ്ട, ഇങ്ങനെ ഖിറാഅ ഫാത്തിഹ പോലും ശരിക്കായി ഓതാൻ പഠിപ്പിക്കാതെ ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് പറഞ്ഞയക്കാൻ വേണ്ടി രാത്രി 2 മണിക്കും 3 മണിക്കും ഭർത്താവിന് ഒന്നിച്ചിട്ട് ബ്ലൂ ഫിലിമും സീരിയലും തോന്നിവാസവും കണ്ടിട്ട് ഉറക്കൊഴിഞ്ഞിട്ട് നിസ്കാരത്തിന്റെ ചിന്തയില്ലാതെ സുബഹിക്ക് 7 മണിക്ക് 7:30 മണിക്ക് എഴുന്നേറ്റിട്ട് മക്കൾക്ക് പാകം ചെയ്ത് ഭക്ഷണം പാകം ചെയ്തിട്ട് അവരെ യൂണിഫോം ഇസ്തിരി ഇട്ടിട്ട് മക്കളെ സ്കൂളിലേക്ക് വിദ്യാലയങ്ങളിലേക്ക് പറഞ്ഞയക്കുന്ന ഉമ്മ, നീ മക്കൾക്ക് ഭക്ഷണം പാകം ചെയ്യുന്നുണ്ട്, ഇബാദത്താണ്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, നിസ്കാരത്തിന്റെ ചിന്തയില്ലാതെ പീഡിയും ചുരുക്കി കെട്ടി കർണാടകയിലെ പെണ്ണുങ്ങൾ ഉമ്മമാരോട് പറയുന്നു, നിങ്ങൾ കാസർഗോട്ടുകാര് ഒരു ഹിജാബും കെട്ടി ഞങ്ങളാണ് വലിയ ഖുറൈശികളെന്ന ദാരുണം അതാ വലിയ ചിന്തയോടെ ഇറങ്ങണ്ട. നിസ്കാരം ജീവിതത്തിലില്ലേ? ഹറാമ് ജീവിതത്തിലുണ്ടോ? മൊബൈലിന്റെ ദുരുപയോഗമുണ്ടോ? അന്യ ആണുങ്ങളോട് നിനക്ക് സ്നേഹമുണ്ടോ? അന്യ പെണ്ണുങ്ങളോട് സ്നേഹമുണ്ടോ? ബന്ധമുണ്ടോ? ഹറാമിലെ സിനയിലെ ജീവിതമുണ്ടോ? അല്ലാഹ് പൊരുത്തപ്പെടൂല. നിസ്കാരം ഒഴിവാക്കിയാൽ തങ്ങളോട് സ്വഹാബത്തിന്റെ അന്വേഷണം, അയ്യുൽ അഅ്മാലി അഫ്ളലു യാ റസൂലല്ലാഹ്, അമലുകളിൽ ഏറ്റവും മഹത്വമുള്ള അമല് ഏതാണ് തങ്ങളെ എന്ന് ഹബീബായ തങ്ങളോട് സ്വഹാബത്ത് അന്വേഷിക്കുന്ന സമയത്ത് റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനെ സാക്ഷ്യപ്പെടുത്തിയിട്ട് ലോകത്തിന് നൽകിയ വിവരം, അസ്വലാത്തു ലിഅവ്വലി വഖ്തിഹാ, സമയത്തിന്റെ ആദ്യത്തിലുള്ള നിസ്കാരം. അതല്ലേ ഇമാം ഷാഫി റഹ്മഹുല്ലാഹ് തെളിവ് പിടിച്ചിട്ട് ഷാഫി മദ്ഹബിൽ ഇശാനെ പിന്തിക്കൽ സുന്നത്തില്ല. ആ നിലക്ക് ഷാഫി മദ്ഹബുകാരായ നമ്മളൊക്കെ ഇശാ അടക്കം വാങ്ക് കേട്ടാൽ ഉടനെ നിസ്കരിക്കണേ. ബായാറ് സ്വലാത്തിന് വന്നിട്ട് നിസ്കാരം ഖളാ ആയാൽ സാധുവായ ഞാൻ ഉത്തരവാദിയല്ല, അല്ലാഹ് പൊരുത്തപ്പെടൂല, റസൂലുള്ളാഹി ഇഷ്ടപ്പെടൂല. അതുകൊണ്ട് നിസ്കാരം ഖളാ ആക്കുന്നവർ, നിസ്കാരം ഖളാ ആക്കാൻ കാരണമായിട്ട് ഹറാമായ നിലക്ക് അല്ലാഹ് പൊരുത്തപ്പെടാത്ത സംസാരത്തിനോ ചിന്തക്കോ പ്രവർത്തനത്തിനോ വേണ്ടിയിട്ട് ഒരൊറ്റ പെണ്ണുമാണും ഈ ബായാറ് സ്വലാത്തിന് വരേണ്ടതില്ല. സ്വലാത്തിന്റെ ദിവസം പരിസരത്തിലേക്ക് വരേണ്ടതില്ല. അല്ലാഹ് പൊരുത്തപ്പെടൂല, റസൂലുള്ളാഹി തൃപ്തിപ്പെടൂല. ഓർമ്മിച്ചു വെച്ചോളണം, റബ്ബിനെ കുറിച്ചുള്ള ചിന്ത വേണം. ഇന്നല്ലെങ്കിൽ നാളെ ഒരു മൗത്തുണ്ട്, ശ്വാസത്തിനൊരു അടക്കമുണ്ട്. അവധി എത്തിയാൽ എപ്പോഴാണ്, തഥാ എവിടെയാണ്, എങ്ങനെയാണ്, ഏത് ലോകത്ത് എപ്പോഴാണ്, ആരുടെ മുമ്പിലാണ്, കാറിന്റെ അടിയിലാണോ, ലോറിയുടെ അടിയിലാണോ, ബസിന്റെ അടിയിലാണോ, ട്രെയിനിന്റെ അടിയിലാണോ, ഫ്ലൈറ്റിന്റെ ഉള്ളിലാണോ, കരയിലാണോ, വീട്ടിലാണോ, ICUവിലാണോ, വെന്റിലേറ്ററിലാണോ, ഹോസ്പിറ്റലിലാണോ, നടു റോട്ടിലാണോ, വാഹനത്തിലാണോ, അന്ത്യമെന്ന് പറയാൻ പറ്റൂല. ഇന്നല്ലെങ്കിൽ നാളെ മൗത്തുണ്ട്. ആ മരണമടഞ്ഞിട്ട് ഖബറിലേക്ക് നീയും ഞാനും യാത്ര പോകുമ്പോ അവിടെ ശരിക്കും മലർന്നു കിടക്കാൻ വിശാലതയില്ലാത്ത ഖബറിൽ, അതാ ഉമ്മനെയും ബാപ്പനെയും സ്നേഹികളെയും വിളിച്ചാൽ എത്തിപ്പെടാത്ത ഖബറിൽ നിനക്ക് തുണക്കാള് വേണോ? അവിടെ തുണക്കാള് വേണമെങ്കിൽ അവിടേക്ക് എല്ലാ സലാമത്തിനും വേണ്ടി അല്ലാഹ് അധികാരപ്പെടുത്തി ചുമതലപ്പെടുത്തിയ നേതാവ് ഒരേ ഒരു നേതാവേ ഉള്ളൂ. ആ നേതാവാണ് റഹ്മത്തുൽ ലിൽ ആലമീൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ട് ഒരൊറ്റ വക്ത് നിസ്കാരം ഖളാ ആക്കരുത്. എന്റെ ചെറുപ്പക്കാരെ കുട്ടികളിൽ എനിക്ക് സന്തോഷമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, അത്ഭുതങ്ങൾ ഈ സ്വലാത്ത് കൊണ്ട് ജനങ്ങൾക്ക് വ്യക്തമായിട്ട് ബോധ്യമുള്ളത് കൊണ്ടാണ്. ബായാറിലേക്ക് കണ്ടില്ലേ, മണിക്കൂറുകളായി നൃത്തം തുടങ്ങിയിട്ട്. ഒരു മുറുക്ക് വെള്ളം കുടിക്കാൻ ചിന്തിച്ചാൽ, ക്യാഷ് കൊടുത്തൊരു ബോട്ടിൽ വെള്ളം വാങ്ങട്ടെ എന്ന് ചിന്തിച്ചാൽ, ഞാനിത് നാട്ടു മൊത്തം പറയലുണ്ട്, ഇത് വെറുതെ പറയല്ല, വന്നു നോക്ക്, നിങ്ങൾ നിഷേധിക്കണ്ട. ക്യാഷ് കൊടുത്താൽ 10 റുപ്യക്ക് വെള്ളം വേണമെന്ന് ചിന്തിച്ചാൽ കിട്ടാൻ പ്രയാസമല്ലേ? അത്രയും ത്യാഗം സഹിച്ചിട്ടല്ലേ ഇവിടെ ജനങ്ങൾ എത്തുന്നത്. കാരണം എന്താണ്? ഈ സദസ്സിൽ കൂടിയ ആളുകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ക്യാൻസർ സുഖപ്പെട്ടിട്ടുണ്ട്, കിഡ്നിയുടെ തകരാറ് മാറിയിട്ടുണ്ട്, ഹാർട്ടിന്റെ ബ്ലോക്ക് നീക്കിയിട്ടുണ്ട്, വയറ്റിൽ മുഴയുണ്ടായി സ്കാൻ ചെയ്ത് നോക്കപ്പോ, സ്വലാത്ത് കഴിഞ്ഞ് 2ാമത് സ്കാൻ ചെയ്തപ്പോ വയറ്റിൽ മുഴ കണ്ടിട്ടില്ല. മക്കളില്ലാത്തവർക്ക് സ്വലാത്ത് കൊണ്ട് റഹ്മാനായ റബ്ബുൽ ഇസ്സത്ത് റഹ്മത്തുൽ ലിൽ ആലമീനായ
തങ്ങളെ കൊണ്ട് പരിഹാരം നൽകിയില്ലേ? കാഴ്ച അല്ലാഹു കൊടുത്തില്ലേ? സംസാരിക്കാത്തവർ സംസാരിച്ചില്ലേ? നടക്കാത്ത കുട്ടികൾ നടന്നിട്ടില്ലേ? മന്ദബുദ്ധി ശരിപ്പെട്ടിട്ടില്ലേ? ഇതൊക്കെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് വ്യക്തമായിട്ട് ജനങ്ങൾക്ക് ജീവിതത്തിൽ ബോധ്യമുള്ളത് കൊണ്ടല്ലേ ഇത്രയും വലിയ 10,000 ആളുകൾ ഈ പാതിരാത്രിയിൽ ഒരു ചെയർ പോലും പേപ്പർ പോലും ഇരിക്കാനില്ലാതെ ഒരേ ഒരു നൃത്തമല്ലേ? എങ്കിൽ മുസ്ലിമീങ്ങളെ ഞാൻ പറയുന്നു, ഈ മഹത്തായ മജ്ലിസിൽ കൂടിയ ചെറുപ്പക്കാരറിയാം, കള്ളുകുടിയിൽ അകപ്പെട്ടിട്ട് ഗുണ്ടാ സംഘത്തിൽ കൊട്ടേഷൻ സംഘത്തിൽ പെട്ടിട്ട് നിസ്കാരത്തിന്റെ ചിന്തയില്ലാതെ അക്രമങ്ങളിലും അനീതികളിലും വേണ്ടാത്തരങ്ങളിലും അശ്ലീലങ്ങളിലും ജീവിച്ചിട്ട് വെള്ളിയാഴ്ച ജുമഅക്ക് പോലും പോകാതെ അതാ പരിശുദ്ധമായിരിക്കുന്ന റമദാനു ശരീഫിൽ നോമ്പനുഷ്ഠിക്കാതെ ആരുടെയെങ്കിലൊക്കെ മാംസം അതാ മൃഗങ്ങളെ പിടിച്ചിട്ട് അതാ കശാപ്പ് ചെയ്തിട്ട് റമദാന്റെ പച്ചപ്പകലിൽ അതാ മാംസം ഭക്ഷിച്ച മുസ്ലിം ചെറുപ്പക്കാർ, റമദാനിൽ കഞ്ചാവ് വലിച്ച ചെറുപ്പക്കാർ, മദ്യപിച്ച ചെറുപ്പക്കാർ, പെണ്ണിന്റെ കൂടെ കിടന്ന ചെറുപ്പക്കാർ, ഹറാമായ സ്നേഹത്തിലും സിനയിലും ജീവിച്ച ചെറുപ്പക്കാർ, നിസ്കാരം എന്തെന്നറിയാത്ത ചെറുപ്പക്കാർ, ബായാറ് സ്വലാത്ത് തുടങ്ങിയിട്ട് വർഷങ്ങളായില്ലേ? ഈ സ്വലാത്തിന്റെ ഒരു സ്വലാത്തിന് വന്നിട്ട് ഇവിടത്തെ സംസാരം കേട്ടിട്ട് അല്ലാ ജീവിതത്തിൽ സിന ചെയ്തിട്ടുണ്ട്, കള്ള് കുടിച്ചിട്ടുണ്ട്, വേണ്ടാത്തരങ്ങളിൽ അകപ്പെട്ടിട്ടുണ്ട്, അക്രമങ്ങൾ നടത്തിയിട്ടുണ്ട്, തോന്നിവാസങ്ങൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്, ഇനി ഞാൻ ചെയ്യൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് റസൂലുള്ളാഹിന്റെ സദസ്സിൽ ഉറപ്പിച്ചിട്ടില്ലേ? തൗബ ചെയ്തിട്ടില്ലേ? ഇസ്തിഗ്ഫാർ പറഞ്ഞില്ലേ? സ്വലാത്ത് അധികരിപ്പിച്ചില്ലേ? അവരെ റൂട്ട് തെറ്റിയില്ലേ? വഴിമാറിയില്ലേ? ആള് നന്നായില്ലേ? പിന്നെ കള്ളുകുടിയില്ല, വ്യഭിചാരമില്ല, ഹറാമല്ല, വേണ്ടാത്ത ചിന്തയില്ല, സംസ്കാരമില്ല, സംസാരമില്ല. വീണ്ടും വീണ്ടും കിട്ടുന്ന സമയം ഒരാളുടെയും ഈബത്തിലും നമീമത്തിലുമല്ലാതെ അറിയുന്ന രൂപത്തിൽ വിവരം കുറഞ്ഞവരാണെങ്കിലും സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന സ്വലാത്ത് ഞങ്ങൾ തങ്ങൾ പറഞ്ഞതിന്റെ ശേഷം 11 സ്വലാത്ത് നിസ്കാര ശേഷം പറയാറുണ്ടെന്ന് സന്തോഷം പറഞ്ഞ ആയിരക്കണക്കിന് എന്റെ കരളിന്റെ കഷ്ണങ്ങളായ ചെറുപ്പക്കാർ ഈ മജ്ലിസിലുണ്ട്. ചെറുപ്പക്കാരാ, ഓർമ്മിക്കണേ, ഇമാം ബുഖാരി സ്വഹീഹിൽ റിപ്പോർട്ട് ചെയ്യുകയാണ്, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുകയാണ്, അർശിന്റെ തണൽ 7 കൂട്ടർക്ക് അല്ലാഹു നൽകുമ്പോ വശാബുൻ നശാഫി റബ്ബിന്റെ പൊരുത്തത്തിൽ ജീവിച്ച ചെറുപ്പക്കാർ, യുവത്വം ചെലവഴിച്ച ചെറുപ്പക്കാർ കണ്ടില്ലേ? SYSന്റെ 2014 അതാ ലോകത്തിന് നൽകുന്ന പ്രഖ്യാപനം തന്നെ യുവത്വം എന്ന നിലക്ക്, അതാ യുവത്വം നല്ല നിലയിൽ ചെലവഴിക്കാൻ വേണ്ടി യുവാക്കളോട് അഭ്യർത്ഥിക്കുന്ന നിലക്ക് സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരും പണ്ഡിത സംഘടനകളും ലോകത്തിനതാ ആഹ്വാനം നൽകിയിട്ടുണ്ടെങ്കിൽ എന്റെ ചെറുപ്പക്കാരോട് ഞാൻ പറയുന്നു, ഓരോ കുട്ടികളും വന്നിട്ട് പറയും പല സമയങ്ങളിലുമൊക്കെ, തങ്ങളെ അന്ന് മുതൽ ഇന്ന് വരെ നിസ്കാരം ഒഴിവാക്കാറില്ല. വല്ലപ്പോഴും കുടുംബം പോറ്റാൻ വേണ്ടി പണിക്ക് പോയാൽ ളുഹറൊക്കെ നഷ്ടമായാൽ ഞങ്ങൾ ളുഹർ നിസ്കാരം ഖളാ വീട്ടുമ്പോ ആ ഖളാ വീട്ടുന്ന നിസ്കാരത്തിനോടുകൂടെ തങ്ങൾ പറഞ്ഞ സ്വലാത്ത് മുടക്കാറില്ല. അൽഹംദുലില്ലാഹ്, സന്തോഷമുണ്ട്. സാധുവായ ഞാൻ ഇൽമില്ലാത്തവനാണ്, ഞാൻ അമൽ കുറഞ്ഞവനാണ്, തഖ്വ കുറഞ്ഞവനാണ്, ഈമാൻ കുറഞ്ഞവനാണ്, വറഹ് കുറഞ്ഞവനാണ്. പക്ഷേ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജീവനേക്കാളേറെ സ്നേഹിക്കുന്നുണ്ട്. കഴുത്തിൽ കത്തി വന്നാലും തങ്ങളെ മഹബത്തിൽ നിന്ന് ഒരണു പോലും പിറകോട്ട് വരൂല. അർഹമുർ റഹീമായ റബ്ബേ, തങ്ങളെ മഹബത്തും ഇഷ്കും വർദ്ധിപ്പിക്കണമല്ലോ. എന്റെ ചെറുപ്പക്കാരിൽ ഞാൻ സന്തോഷിക്കുന്നു. ക്യാൻസർ സുഖപ്പെട്ടതിനേക്കാൾ, നടക്കാത്തവര് നടന്നതിനേക്കാൾ, സംസാരിക്കാത്തവർ സംസാരിച്ചതിനേക്കാൾ, മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടായതിനേക്കാൾ ഒക്കെ എനിക്ക് സന്തോഷം ബഹുമാനപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രിയ ശിഷ്യരായ മുആദ് തങ്ങളില്ലേ, ആ മുആദിനോട് തങ്ങൾ
തങ്ങളാണ് പറയുന്നു മദീനയിൽ വെച്ച്, ഓ മുആദേ, നിങ്ങൾ പോയിട്ട് തൊട്ടടുത്ത രാഷ്ട്രമാകുന്ന യമനിൽ പോയിട്ട് ഇസ്ലാമിന്റെ ദഅവത്ത് നടത്തണമെന്ന് പറയുമ്പോ മുആദ് തങ്ങൾ ചിന്തിക്കുന്നു, അള്ളാന്റെ ഹബീബിന്റെ മുഖം കഅന്ന ശംസ തദൂറു ഫീ വജ്ഹിഹി, മുഖം ഇങ്ങനെ കാണുമ്പോ മുഖത്തുകൂടെ സൂര്യൻ ഇങ്ങനെ കറങ്ങുന്നു എന്ന് ഞങ്ങൾക്ക് തോന്നാറുണ്ടെന്ന് സ്വഹാബത്ത് പ്രശംസിച്ചു പറഞ്ഞ ആ പ്രശോഭിതമായ മുഖമില്ലേ മുസ്ലിമീങ്ങളെ. മങ്കൂസ് മൗലിദിന്റെ കിതാബ് മറിച്ചാൽ സൈനുദ്ദീൻ മഖ്തൂം തങ്ങൾ പറഞ്ഞില്ലേ, ഇന്നാ ബൈതൻ അൻത സാകിനുഹു ലൈസ മുഹ്താജൻ ഇലാ സുറുജി. വല്ല വീട്ടിലും വല്ല സ്ഥലത്തും തങ്ങൾ വന്നാൽ അവിടെ പിന്നെ സുറുജ് വേണ്ട, വിളക്ക് വേണ്ട. തങ്ങളെ കൊണ്ട് നാട് മൊത്തം, വീട് മൊത്തം, സ്ഥലം മൊത്തം പ്രകാശം ചൊരിയുകയല്ലേ. ആ റഹ്മത്തുൽ ആലമീനായ തങ്ങളെ മുഖത്ത് നോക്കിയാൽ അല്ലേ ഈ സദസ്സിലേക്ക് രാജ്യത്തിന്റെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ എത്തിപ്പെടുന്നത് എന്തിനാണ്? ഒരു സമാധാനത്തിന് വേണ്ടിയല്ലേ, ഒരു സന്തോഷത്തിന് വേണ്ടിയല്ലേ, ആഖിറം രക്ഷപ്പെട്ട് കിട്ടാനല്ലേ, കാര്യം എളുപ്പമാകാനല്ലേ, രോഗം സുഖപ്പെട്ട് കിട്ടാനല്ലേ. എങ്കിൽ ഞാൻ പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുഖം കണ്ടാൽ പിന്നെ ടെൻഷനില്ല, വിശപ്പില്ല. ഖന്തക്കിന്റെ കടങ്ങ് കീറിയിട്ട് മഹാന്മാരായ സ്വഹാബ് കുടിക്കാൻ വെള്ളമില്ലാതെ, കഴിക്കാൻ ഭക്ഷണമില്ലാതെ പല സ്വഹാബത്തും തലകറങ്ങി വീണിട്ടുണ്ടെങ്കിലും റഹ്മത്തുൽ ആലമീനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശറഫാക്കപ്പെട്ട വജ്ഹൊന്ന് കാണുമ്പോ, മുഖമൊന്ന് കാണുമ്പോ സുബ്ഹാനല്ലാഹ്, വിശപ്പില്ല, ക്ഷീണമില്ല, ദാഹമില്ല, പ്രയാസമില്ല, വേദനയില്ല. ആ നിലക്ക് തങ്ങളെ സ്നേഹിച്ചിട്ടില്ലേ? ആ തങ്ങളുടെ മുഖം കാണാതെ തങ്ങൾ മദീനത്തെ പള്ളിയിൽ മസ്ജിദുൻ നബവിയിൽ ഇമാമത്ത് നിന്നിട്ട് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ റഹ്മത്തുൽ ലിൽ ആലമീനായ തങ്ങൾ പറയുമ്പോ, ആ ഹബീബായ തങ്ങൾ ആമീനോടുകൂടെ മലായികത്തും സ്വഹാബത്തും ഒരുമിച്ച് ആമീൻ പറയുമ്പോ, ആ ദുആലേ റഹ്മത്തുൽ ലിൽ ആലമീനായ തങ്ങൾക്ക് മലായികത്ത് ആമീൻ പറയുമ്പോ, മഹാന്മാരായ സ്വഹാബ് ആമീൻ പറയുമ്പോ, അതും ലോകത്ത് വെച്ച് ഏറ്റവും മഹത്വമുള്ള രണ്ടാമത്തെ പള്ളിയാകുന്ന മസ്ജിദുൻ നബവിയിൽ അതാ മിമ്പറിലും മെഹ്റാബിലുമാകുമ്പോ അതിലും വലിയ ഭാഗ്യം ദുനിയാവിലുണ്ടോ? ലോകത്ത് വെച്ച് കഅബ ശരീഫ് നിൽക്കുന്നതിനേക്കാളും വലിയ മഹത്വം റഹ്മത്തുൽ ലിൽ ആലമീനായ തങ്ങൾ അന്തിയുറങ്ങുന്ന റൗളക്കാണെങ്കിൽ ആ തങ്ങളുടെ ഹയാത്ത് കാലത്ത് തങ്ങളുടെ പാദസ്പർശം കൊണ്ട് അതാ വലിയ നിലക്ക് വലിയ മഹിമ കിട്ടിയ പവിത്രമായിരിക്കുന്ന മസ്ജിദുൻ നബവിക്ക് ദറജ എത്രയാണ് മുസ്ലിമീങ്ങളെ. ആ മസ്ജിദുൻ നബവിയിലും തങ്ങളെ ക്ലാസുകളിലുമൊക്കെ തങ്ങളെ കാണാതെ ഞാൻ യമനിൽ പോയാൽ എനിക്ക് സഹിക്കാൻ പറ്റൂല. വേദനയാണ്, വിഷമമാണ്, ടെൻഷനാണെന്ന് മുഖത്ത് നിന്ന് വായിച്ചെടുത്ത മുആദ് തങ്ങളെ കൽബിൽ നിന്ന് വായിച്ചെടുത്ത ലോകത്തിന്റെ ലോകേക ഗുരു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശിഷ്യനെ യാത്രയാക്കിയിട്ട് മദീനയിലെ അതിർത്തി വരെ എത്തിച്ചിട്ട് അവസാനമായിട്ടൊരു ഉപദേശം പറഞ്ഞില്ലേ? ഇത് ദീർഘമായ ഹദീസാണ്, വിശാലമായ ചരിത്രമാണ്. ഞാൻ കടക്കുന്നില്ല, സംസാരം ചുരുക്കുകയാണ്. ഓ മുആദ്, വിഷമിക്കല്ല, വേദനിക്കല്ല, പ്രയാസം വേണ്ട മോനെ മുആദ്. ലാ യഹ്ദിയല്ലാഹു ബിക റജുലൻ വാഹിദാ ഖൈറുൽ ലക മിനദ് ദുനിയാ വമാ ഫീഹാ. ഓ മുആദ്, നിങ്ങളെങ്ങാനും യമൻ രാഷ്ട്രത്തിൽ പോയിട്ട് ഇസ്ലാമിന്റെ ദഅവത്ത് നടത്തിയിട്ട് നിങ്ങളുടെ ഭാവം കാരണം, നിങ്ങളെ വാക്ക് കാരണം, നിങ്ങളെ പ്രവർത്തനം കാരണം, നിങ്ങളെ ചിന്ത കാരണം ആരെങ്കിലും ഒരാൾ ഹിദായത്തിലെത്തിയാൽ, സന്മാർഗം പുൽകിയാൽ, ഇസ്ലാമിലേക്ക് കടന്നാൽ, ഖൈറുൽ ലക മിനദ് ദുനിയാ വമാ ഫീഹാ, ഈ ദുനിയാവും ദുനിയാവിലുള്ള സർവ്വസ്വത്തെക്കാളും നിങ്ങളുടെ ആ പ്രവർത്തനമാണ്, ജീവിതമാണ്, പ്രചോദനമാണ് നിങ്ങൾക്ക് ഖൈറെന്ന് റഹ്മത്തുൽ ലിൽ ആലമീനായ തങ്ങൾ അവിടുത്തെ പ്രിയ ശിഷ്യരായ